ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റൂരാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കൂരിയാട് നല്ല വേഗതയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, 2025 മെയ് മാസത്തിലാണ് കൂരിയാട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ളൊരു ഭാഗമുണ്ട്, അപ്രോച്ച് റോഡിനോട് നിർമ്മിച്ചത്. മണ്ണിടി ഉയർത്ത പ്രദേശമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് താഴ്ന്നു പോയിട്ട് പിന്നീട് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു. പിന്നെ അത് ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റി. അപ്പോൾ അവിടെ ഒരു വയഡക്റ്റാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയഡക്റ്റിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ്, കഴിഞ്ഞു തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കിടക്കണം. ഈ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നിട്ടാണ് പിന്നെ BMBസും ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പം നമ്മൾ 2025 മെയ് 19 ശേഷം ഒരു കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് 2026 മെയ് ആവാൻ ശേഷം ഇത് ഏപ്രിലാണ്, മെയ് അടുത്ത മാസത്തോടുകൂടി ഒരു കൊല്ലമാണ്. ഏകദേശം ഒന്നൊന്നര കൊല്ലമാണ് അവർ പറഞ്ഞത് KNRCയിൽ. എന്തായാലും അതേ ടൈമിൽ തന്നെ അവർ പണികൾ പൂർത്തിയാക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂരിയാട് മണ്ണിടിച്ചിൽ സംഭവിച്ചല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കോഴിക്കോട് കണ്ണൂക്കര ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരുന്നു. മഴക്കാലത്താണ് സംഭവിച്ചത്. അതിനുശേഷമാണ് നമ്മളെ ഈ കൂരിയാട്, മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇതുപോലെ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. പക്ഷേ ഇതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ പല സ്ഥലത്തും മണ്ണ് പരിശോധന രണ്ടാമതും നടത്താൻ പറഞ്ഞിട്ട് ഇപ്പോൾ പല സ്ഥലത്തും അപ്രോച്ച് റോഡിന് വേണ്ടി, വെച്ചാൽ അണ്ടർപാസിന് വേണ്ടിയിട്ടും പാലത്തിനൊക്കെ വേണ്ടി അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. RE ബ്ലോക്ക് വെച്ചിട്ടും RE പാനൽ വെച്ചിട്ടൊക്കെ. അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ട് പാലം നിർമ്മിക്കാൻ, വെച്ചാൽ അതിനോട് ചേർന്നിട്ട് ഒരു വയഡക്റ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ എന്താ പറയുക, തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 സ്ഥലത്തെ പണികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് കൊടുങ്ങല്ലൂരും, പിന്നെ അതുപോലെ തന്നെ നമ്മളെ 3 വീടുക പെരിഞ്ഞനം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന പെരിഞ്ഞനം കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കാണ് പണി രണ്ടാമതും നടന്നിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ വാടാനപ്പള്ളിയിലും നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം മഴക്കാലം വന്ന സമയത്താണ് ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്തായാലും കൂരിയാടിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണാം. അതിനു മുൻപ് നമ്മുടെ കക്കാട് കഴിഞ്ഞ് കൂരിയാട് ഭാഗത്തേക്ക് വരുമ്പോൾ പനമ്പുഴ പാലമുണ്ട്. അവിടെ നിലവിലെ പാലം ബലപ്പെടുത്തിയിട്ട് അത് 2 വരി പാതയാണ്. പുതുതായിട്ട് ഒരു ഭാഗത്ത് 3 വരി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. മലപ്പുറം റീച്ചിൽ ആകെ 4 പാലമാണ് ഉള്ളത്. ഒന്ന് പനമ്പുഴ പാലം, പിന്നെ നമ്മളെ കുറ്റിപ്പുറം പാലം, അത് കഴിഞ്ഞിട്ട് പിന്നീട് ചമ്രോട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കനോനിക്കാലാന് കുറുകെ ഒരു പാലം, അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി പാലം. പക്ഷേ ഇവിടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് മാത്രമേ പുതിയ പാലം പണിതിട്ടുള്ളൂ. കുറ്റിപ്പുറം ഭാഗത്ത് മാത്രമേ പുതിയൊരു 6 വരി പാലം പണിതിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നിലവിലുള്ള പാലം 2 വരി പാലം ബലപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു 3 വരി പാലം പണിതിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ പാലം 2 വരിയാണ്. അപ്പോൾ 3 വരി പാതയിൽ കൂടെ വരുന്ന വാഹനം പെട്ടെന്ന് 2 വരി പാതയിലേക്ക് മാറുകയാണ്. അതുകൂടാതെ ഈ പനമ്പുഴ പാലത്തിൻ്റെ അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഈ പനമ്പുഴ പാലം വരുന്ന സ്ഥലത്ത്. എന്നുവെച്ചാൽ നമ്മൾ കൂരിയാട് ഭാഗത്തുനിന്ന് നേരെ പനമ്പുഴ പാലം കടന്ന് കക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ വലിയ വിഷയമില്ല. പക്ഷേ കക്കാട് ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് പനമ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ട് കയറുമ്പോഴാണ് ഈ ഭാഗത്ത് ഒരു വലിയൊരു ഡേഞ്ചർ പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. 3 വരി പാതയിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് 2 വരി പാതയായി ചുരുങ്ങുകയാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ വന്ന് റോഡിലേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യത വരുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനവുമായിട്ട് എന്തായാലും ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പനമ്പുഴ പാലം, നിലവിലെ പാലം ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ വേങ്ങര മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എക്സിറ്റ് ഈ ഭാഗത്താണ്. പിന്നീട് കൂരിയാട് അണ്ടർപാസ് വഴി നിങ്ങൾക്ക് വേങ്ങര പോകാൻ സാധിക്കും. അപ്പോൾ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ KNRCയിൽ നമ്മുടെ മലപ്പുറം ജില്ലാ റീച്ചിൽ നിന്നും വിട പറയാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, വേങ്ങര ഭാഗത്തു നിന്നിരുന്ന വാഹനങ്ങൾക്ക് തിരുരങ്ങാടി, ചെമ്മാട്, പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പനമ്പുഴ പാലം കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡിലൂടെ പോയിട്ട് കക്കാട് ഓവർപാസ് മുഖാന്തരം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. എന്തായാലും കൂരിയാട് പുതിയതായിട്ട് പണിയുന്ന വയഡക്റ്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ KNRCയിൽ മലപ്പുറം റീച്ചിൽ നിന്നും വിട പറയാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂരിയാട് അണ്ടർപാസ് അത്യാവശ്യം നല്ല വീതിയുള്ള അണ്ടർപാസാണ്. അതിന്റെ അടിഭാഗത്ത് നിങ്ങൾ കുറച്ചേരം നിന്നാൽ തന്നെ നിങ്ങൾക്ക് ആകെ വട്ടവണ രീതിയിൽ, കാരണം അങ്ങനെയാണ് വാഹനങ്ങൾ ഇതിന്റെ അടിഭാഗത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേങ്ങര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ശരിക്കും അണ്ടർപാസിന്റെ ഇടത് ഭാഗത്ത് കൂടിയാണ് കയറേണ്ടത്. ഇടത് ഭാഗത്തൂടെ കയറിയിട്ടാണ് വേണം നമ്മൾ സർവീസ് റോഡിലേക്ക് വരേണ്ടത്. പക്ഷെ അങ്ങനെ എല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളും വലത് ഭാഗത്തൂടെ പോയിട്ട് നേരെ സർവീസ് റോഡിൽ കയറണം. അപ്പം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനങ്ങൾക്ക് പോലും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് യാത്ര ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്കറിയാം ഈ അടുത്ത് ദേശീയപാത 66 കണ്ടമാനം അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും നിയമം തെറ്റിച്ച് യാത്ര ചെയ്യുന്ന, ട്രാഫിക് റൂൾസ് പാലിക്കുന്നില്ല, അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് പാലിക്കുന്ന, ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ബൈക്കും ഓട്ടോറിക്ഷയും വന്നിട്ട് അപകടത്തിൽപ്പെടുന്നത്. അതുപോലെ തന്നെ റോഡ് നടന്ന് ക്രോസ് ചെയ്യുന്ന ആളുകൾ വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് ഒരു അപകടം സംഭവിച്ചു. എക്സിറ്റ് കവർ ചെയ്ത് പോയ ഒരു ടെമ്പോ ട്രാവലർ ബാക്ക് എടുത്ത് വന്ന സമയത്ത് ബാക്കിൽ വന്ന ഒരു ബൈക്കാരനെ ഇടിച്ചിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഒരു ചെറിയ പിഴവ് മൂലം മറ്റു യാത്രക്കാർ പോലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ. പണ്ടത്തെമാര് 4 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യണ മാതിരിയല്ല 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് മാസ്റ്റിക് പാഡ്. അതിനെക്കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തതാണ്. ഇത് ഇപ്പം നമ്മൾ ഗാർഡറിൻ്റെ മുകൾ ഭാഗത്ത് ഡക്ക് ഷീറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് ചെയ്യും. സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ട് കോൺക്രീറ്റിങ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് പിന്നീട് ഈ മാസ്റ്റിക് പാഡ് വിരിക്കുക. ഈ മാസ്റ്റിക് പാഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു സംബന്ധമുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ വാട്ടർ പ്രൂഫ് അടിക്കില്ലേ, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കോൺക്രീറ്റിൻ്റെ കമ്പികളൊക്കെ വെള്ളം ഇറങ്ങി നാശാവാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫ് അടിക്കുന്ന മരത്തിനാണ് ഒരു സംവിധാനമാണ് ഈ മാസ്റ്റിക് പാഡ്. ഇതൊരു പാഡ് ഇങ്ങനെ ഫുള്ളായിട്ട് വിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതാ സ്ട്രീറ്റ് ലൈറ്റ് ക്രോംപ്ടൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ആട്ടോ. എനിക്ക് നിങ്ങൾ ക്രോംപ്ടൻ്റെ സ്ട്രീറ്റ് ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മളെ ഈ ഡിവൈഡർ ഉണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഞാൻ പറയുന്നത് എൻ്റെ ഒരു 3/4 ഭാഗത്തോളം എത്തിയിരിക്കണ്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ. പിന്നെ ഇവിടെയാണ് മാസ്റ്റിക് പാഡ് വിരിക്കുകയാണ്. അതിന് മുമ്പ് വേണ്ടത് നിങ്ങൾ കോൺക്രീറ്റിങ് ഇതിൻ്റെ മുകളിലാണ് ഇതേമാതിരി ഷീറ്റ് വിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഡിവൈഡർ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതേമാതിരത്തെ ഡിവൈഡർ ആയിരുന്നു നമുക്ക് എല്ലാ സ്ഥലത്തും വേണ്ടിയിരുന്നത്. എന്നാൽ പല ആളുകളും ഇപ്പം നമ്മൾ എന്താ പറയുക, സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇപ്പം 6 വരിപ്പാത ഡിവൈഡർ ചാടിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പോലും നമ്മളെ എവിടെ പറയുക, തൃശ്ശൂർ ജില്ലയിൽ ദേശീയപാത 66-ൻ്റെ 6 വരിപ്പാത അങ്ങനെ നടന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ഹൈറ്റുള്ളൊരു ഇതാണെങ്കിൽ, ഇപ്പം എൻ്റെ ബാക്കിൽ കണ്ട നിങ്ങൾ ഇത്ര ഹൈറ്റുള്ള ഒരു ഡിവൈഡർ ആണെങ്കിൽ ഒരിക്കലും അത് ചാടിക്കിടക്കാൻ പറ്റില്ല. പിന്നെ അത്രയും വിദഗ്ധമായ ആളുകൾ മാത്രമേ അത് ചാടിക്കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ കുറേ വീഡിയോസ് ചെയ്തതാണ്. നമ്മളെ ഈ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് പൊന്നാനി കാപ്പിരിക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ജനങ്ങൾ ഇതേമാതിരി 6 വരിപ്പാത ക്രോസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് അവിടെ അപകടം സംഭവിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഇതേമാതിരി അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കാപ്പിരിക്കാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലം, അവിടെയൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും 6 വരിപ്പാത നടന്ന് ക്രോസ് ചെയ്തു ഒരിക്കലും പെഡസ്ട്രിയൻ നമുക്ക് ക്രോസ് ചെയ്യാൻ അനുമതിയില്ല. അവിടെ FOB വന്നാൽ മാത്രമേ അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദൂരം നടന്നോളൂ, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തു. അപ്പോൾ ആൾക്കാരെ കയ്യിൽ നല്ല അഭിപ്രായം, ചില ആൾക്കാർ അതിനെക്കുറിച്ച് എഴുതിയാൽ ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ FOB ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. പക്ഷേ അതൊക്കെ ഓക്കെ. പക്ഷേ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? NHAയ്ക്കും നഷ്ടമില്ല, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടമില്ല, പോലീസുകാർക്കും നഷ്ടമില്ല. പക്ഷേ അവനവൻ്റെ കുടുംബത്തിനാണ് നഷ്ടം. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും റോഡ് നിങ്ങൾ നടന്ന് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ആരും കാണുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ചെയ്ത്, പ്രത്യേകിച്ച് ഞാൻ കുറേ കുട്ടികൾ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളെ ഇതാണ് സംഭവം. കൂരിയാട് അണ്ടർപാസിൻ്റെ കൂരിയാട് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. നോക്ക്, എൻ്റെ ഇത്ര ഹൈറ്റ് ഉണ്ട് ഡിവൈഡർ. എന്താ ഹൈറ്റ് ഉണ്ട് ഡിവൈഡർ. ഇത്ര ഹൈറ്റൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലോ ഒരിക്കലും അതുപോലെ ആൾക്കാർ ചാടിക്കടന്ന് പോകില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ വന്ന സമയത്ത് നല്ല നട്ടുച്ചയായിട്ട് ഏകദേശം 38-39 ഡിഗ്രി ചൂടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളത്. ആളുകളൊക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കൂരാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു തോടിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അത് ഹൈറ്റ് കുറച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗാർഡർ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും PSC ഗാർഡറാണ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡറാണ്. വെച്ചാൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഗാർഡറാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ ഭാഗം കണ്ട നിങ്ങൾ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗാർഡർ ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡർ. ഇവിടെ സ്റ്റീൽ ഗാർഡർ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്ത് ആയിട്ടാണ് 2 പീറുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ മണ്ണിടിച്ചിൽ വന്ന ഭാഗത്ത് ഇവർ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട് കരിങ്കല്ലൊക്കെ വെച്ചിട്ട്. ഏകദേശം ഈ ഭാഗത്താണ്, നിങ്ങൾക്കറിയാം, ഈ ഭാഗത്തായിട്ടായിരുന്നു അന്ന് മണ്ണിരുന്ന് കേട്ടോ. മണ്ണിരുന്നിട്ട് നേരെ ഈ പാടത്ത് ഫുള്ളായിട്ടാണ് പൊന്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം പൂർണ്ണമായിട്ട് മണ്ണ് മാറ്റിയിട്ടാണ് ഇതുപോലെയുള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്തായാലും KNRCയിൽ 1 വർഷം 1.5 വർഷം പറഞ്ഞത് ഏകദേശം വാക്ക് പാലിച്ചിരിക്കുകയാണ്. 1 വർഷം കൊണ്ട് തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 2-3 മാസം കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂരാട് ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ കേട്ടോ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാസ്റ്റിക് പാഡ് വിരിച്ച് കഴിഞ്ഞ് ടാറിങ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഈ ഗാർഡറുകൾ തമ്മിൽ ജോയിൻ്റ് ആണ് സ്ഥലമുണ്ട്, ഒരു ഗ്യാപ്പ് വരാനുണ്ട് ഇവിടെ.
കണ്ടോ ഈ ഭാഗത്ത് ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഭാഗത്താണ് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് വരാം. അപ്പം ടാറിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് ചെയ്യട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ആ കോരിയാട് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. എന്തായാലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു വയഡക്റ്റ് നിർമ്മിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ.